എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. PM കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. 2030 വരെ PM കിസാൻ സമ്മാൻ നിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്രം തീരുമാനിക്കുകയും ഇതിന് ആവശ്യമായിട്ടുള്ള തുക കൂടി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. 2019 ആരംഭിച്ചിട്ടുള്ള പദ്ധതി പ്രകാരം രാജ്യത്തെ 9 കോടിയോളം കർഷകർക്ക് ഓരോ 4 മാസം കൂടുമ്പോഴും 2000 രൂപ വീതം വർഷം 6000 രൂപയുടെ ധനസഹായമാണ് ഇതിലൂടെ ലഭ്യമാക്കുന്നത്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക സഹായം എന്നുള്ള നിലക്കാണ് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത്. 5 സെന്റെങ്കിലും ഭൂമിയുള്ളവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരളത്തിൽ 35 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന്റെ സഹായം ലഭിച്ചിരുന്നത്. മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ട് തന്നെ PM കിസാൻ സമ്മാൻ നിധി 23 ഗഡുക്കൾ വിതരണം ചെയ്തു. ഇനി 24ാമത്തെ ഗഡുവിന്റെ വിതരണത്തിനാണ് കാത്തിരിക്കുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തെ തുകയാണ് ഇനി ലഭിക്കേണ്ടത്. അതിപ്പോൾ ഈ 2 മാസങ്ങളിൽ ലഭിക്കില്ല. ഒക്ടോബർ, നവംബർ ഈ 2 മാസങ്ങളിലായിട്ടായിരിക്കും ആ ഒരു തുക ലഭിക്കുക. അപ്പൊ അതിനു മുമ്പ് KYC ചെയ്യാൻ ഉള്ളവർ KYC ചെയ്യുക, ലാൻഡ് സീഡിംഗ് നടത്താനുള്ളവർ അത് ചെയ്യുക. എന്താണോ ചെയ്യാൻ നമ്മുടെ സൈറ്റിൽ നോക്കുമ്പോൾ കാണുന്നത് അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈ പദ്ധതിയിലേക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. 5 സെന്റ് ഭൂമിയെങ്കിലും 2019 മുതൽ നമുക്കുണ്ട് എങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 2019 നികുതി രസീറ്റും നിലവിലെ നികുതി രസീറ്റും അപേക്ഷയോടൊപ്പം വെക്കണം. റേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ, ഒരു ബാങ്ക് അക്കൗണ്ട് എന്നിവയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരം രേഖകൾ ഉണ്ട് എങ്കിൽ ഏത് CSC കേന്ദ്രങ്ങളിൽ, കോമൺ സർവീസ് സെന്ററുകളിൽ നിന്നും ഇതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അക്ഷയയിൽ തന്നെ പോകണം എന്ന് നിർബന്ധം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉടനെ, അതായത് തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ ഈ ഒരു തുക ലഭിക്കും എന്ന് ആരും കരുതരുത്. ചില ആളുകൾക്ക് 1 വർഷത്തേക്ക് താമസമുണ്ട്. ആ ഒരു തുക പിന്നീട് ലഭിക്കും. ഇപ്പോഴും ഈ PM കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില അക്കൗണ്ടുകൾ സംശയാസ്പദമായിട്ട് താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ട്. അതായത് പല ആളുകൾക്കും PM കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിരുന്നു. അതിന് കാരണം ഇരട്ട അക്കൗണ്ട് സംശയത്തിന്റെ പേരിലാണ്. ഒരു റേഷൻ കാർഡിലെ ഒന്നിലധികം ആളുകൾ 2 വ്യത്യസ്ത സ്ഥലത്തിന്റെ പേരിൽ PM കിസാൻ സമ്മാൻ നിധി തുക ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടോ എന്ന് PM കിസാൻ അധികൃതർക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ ഈ ഒരു വകുപ്പിന് തോന്നുകയാണ് എങ്കിൽ താൽക്കാലികമായി അത് റദ്ദ് ചെയ്യും. അപ്പോൾ അത് ഇല്ലാന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പിന്നീട് അത് പുനഃസ്ഥാപിക്കുകയുള്ളൂ. അങ്ങനെ കഴിഞ്ഞ തവണയ്ക്ക് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇത് പിന്നീട് അത് പുനഃസ്ഥാപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഈ KYCയും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടും മുടങ്ങിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടും PM കിസാൻ സമ്മാൻ നിധി ലഭിക്കാത്ത ആളുകൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും 5 വർഷം കൂടി PM കിസാൻ സമ്മാൻ നിധി ഒരു മുടക്കവും കൂടാതെ ലഭിക്കും എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ PM കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്ന കർഷകർക്കും അല്ലാത്ത കർഷകർക്കും SMAM പദ്ധതി പ്രകാരം പകുതി വിലക്ക് അല്ലെങ്കിൽ 80% വരെ സബ്സിഡിയിൽ കാർഷിക യന്ത്രങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ട്. ഇതിന് അർഹതയുള്ളവർ, ഇതിന് വേണ്ടവർ, കൃഷി യന്ത്രങ്ങൾ വേണ്ടവർ അപേക്ഷ നൽകുക. തെങ്ങ് കയറ്റ യന്ത്രം മുതൽ വലിയ ട്രാക്ടർ വരെ ഇതിലൂടെ സബ്സിഡിയോട് കൂടിയിട്ട് വാങ്ങാൻ കഴിയും. വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ്. ഫസൽ ബീമ യോജന പദ്ധതി പ്രകാരം കൃഷി നഷ്ടപരിഹാര ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനുള്ള അപേക്ഷയും ഇപ്പോൾ നൽകാവുന്നതാണ്. കൃത്യമായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.